ഹായ് സ്റ്റുഡൻസ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ MSc MC എൻട്രൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ക്രാഷ് കോഴ്സിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡക്ഷൻ ഫോർമുലയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിഡക്ഷൻ ഫോർമുലയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആണ്, ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പക്ഷേ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്വസ്റ്റ്യൻസ് ഫോർമുലകൾ അറിയെങ്കിൽ മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. കാരണം എന്താണ്, കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സും അതുപോലെ എന്താണ് മെയിൻ പഠിക്കുന്ന കുട്ടികളും ഒക്കെ പഠിക്കുന്ന ഒരു ഭാഗമാണിത്. അതായത് നമുക്കറിയാം എന്താണ് സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് സിലബസിലെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് MSc ആണെങ്കിൽ ഡിഗ്രി ലെവൽ മാത്തമാറ്റിക്സും അതുപോലെ MCA ആണെങ്കിൽ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സും ആണ്. രണ്ടിലും വരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എന്ത് റിഡക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ആ റിഡക്ഷൻ ഫോർമുലയിൽ ഫസ്റ്റ് ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തതാണ് ഇവിടെയുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to π/2 സൈൻ റേസ് ടു px കോസ് റേസ് ടു qx dx. അതായത് സാധാരണ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരാറ്. 0 to π/2 എന്ത് ചെയ്യാണ്, സൈൻ 6x കോസ് 8x മോഡലിലൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഈ ഫോർമുല സാധാരണ യൂസ് ചെയ്യുക. അപ്പോൾ ഫോർമുല പറഞ്ഞിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഈ രണ്ട് നമ്പറിനും ഇത്രയും ചോയ്സുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ ചോയ്സ് എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്ന നമ്പർ എന്താവുക, ഓഡ് നമ്പർ ആവുക. ക്യൂ എന്താവുക, ഈവണോ ഓഡോ മാറി മാറി വരാം. പക്ഷേ ഫസ്റ്റ് ഫോർമുലയിൽ നമ്മൾ ഡെറിവേഷനും കാര്യങ്ങളൊന്നും അറിയണ്ട, ജസ്റ്റ് ഫോർമുല മാത്രം പറഞ്ഞാൽ മതി. പി ഓടാവുന്ന സമയത്ത് ഒറ്റൊരു ഫോർമുല മാത്രമേ ഉള്ളൂ. പി ഈവൺ ആവുന്ന സമയത്ത് രണ്ട് ഫോർമുല ഉണ്ട്, ക്യൂ ഓടാവുന്നതും ക്യൂ ഈവൺ ആവുന്നതും. പക്ഷേ പി ഓടായി കഴിഞ്ഞാൽ ക്യൂ ഈവൺ ആയാലും ഓടായാലും ഒറ്റ ഫോർമുലയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഫോർമുല ഇങ്ങനെയാണ്. ഇത് എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി ഷോർട്ട് ആയിട്ട് എഴുതി ഇതിനെ പി ക്യൂ എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ എന്താണ്, P-1 / P+Q ഇൻറ്റു P-3 / P+Q - 2 എക്സെട്ര 2/3 + Q 1/Q+1 എന്നാണ് വരിക. ഓക്കെ, അത് പി ഓടായ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പി ഓടാണെങ്കിൽ, ഇവിടെ ഈവൺ ആണ്, ഓക്കെ ഓടാണെങ്കിൽ ക്യൂ എന്തായാലും കുഴപ്പമില്ല, ഒറ്റൊരു ഫോർമുല മാത്രമേ ഉള്ളൂ. ഈ ഫോർമുല നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് എന്ത് ചെയ്യാണ്, പി ഈവൺ ആവുന്ന സമയത്ത് പി ഈവൺ ആയാൽ അതിന്റെ കൂടെ എന്ത് ചെയ്യാണ്, ക്യൂ ഓട് വന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാണ്, ഈ ഫോർമുലയാണ്. എഴുതി വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, ഈ ഫോർമുലയാണ് P-1 / P+Q P-3 / P+Q -2 P-5 / P+Q -4 എക്സെട്ര 1/2 + Q. പിന്നെ വീണ്ടും എന്ത് ചെയ്യാണ്, ഇൻറ്റു Q-1 / Q ഇൻറ്റു Q-3 / Q-2 ഇൻറ്റു എക്സെട്ര 2/3 എന്ന് വരും. ഓക്കെ, പിന്നെയുള്ളത് എന്താണ്, പി ഈവൺ ആവുക, ക്യൂ എന്താവുക, ഈവൺ ആവുക. ഓക്കെ, ആ സമയത്ത് യൂസ് ചെയ്യുന്ന ഫോർമുല P-1 / P+Q ഇൻറ്റു P-3 / P+Q -2 P-5 / P+Q -4 എക്സെട്ര 1/2 + Q ഇൻറ്റു Q-1 / Q ഇൻറ്റു എന്ത് ചെയ്യാണ്, Q-3 / Q -2 ഇൻറ്റു എക്സെട്ര 1/2 പിന്നെ എന്ത് വരും, ഇൻറ്റു π/2 എന്നാണ് വരിക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ ചെയ്ത് കാണിക്കാം. ഓക്കെ, അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒന്ന് എക്സാമ്പിൾസ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ വരുന്നത് ഇന്റഗ്രൽ 0 to π/2 സൈൻ 6x കോസ് റേസ് ടു 8x dx എന്നാണ്. ഇവിടെ വന്നിരിക്കുന്ന ഈ രണ്ട് നമ്പറും പി എന്താണ്, ഈവൺ ആണ്. അപ്പോൾ പി ഈവൺ ആണെന്ന് പറയുമ്പോൾ ഈ രണ്ട് കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നാണ് വരിക. ഇവിടെ ക്യൂ എന്താണ്, ഈവൺ ആണ്. ഓക്കെ, അപ്പോൾ ഏത് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുക, ഈ ഫോർമുലയാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും, P-1 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ എന്താ വരിക, 5. ഓക്കെ, 5 ബൈ എന്താണ്, Q പ്ലസ് P+Q. അപ്പോൾ എത്ര വരും, ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, 14 ആണ് വരിക. ഓക്കെ, 14. ഇനി എന്ത് ചെയ്യാണ്, P-3 എന്ന് വരുമ്പോൾ ഇവിടെ എന്ത് വരും, P-3 എന്ന് പറഞ്ഞാൽ 3 ഇവിടെ എന്ത് വരും, ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തതിൻ്റെ അകത്ത് 2 മൈനസ് ചെയ്യുക, എന്ത് വരും, 2 വരും. ഓക്കെ, പിന്നെ എന്താ ഉണ്ടാവുക, ഇൻറ്റു P-5 എന്ന് പറഞ്ഞാൽ എന്തായി, 1 ആയി അല്ലെ. P-5 എന്ന് പറഞ്ഞാൽ 1 ആയി. അപ്പൊ ഇതിലേക്ക് എത്തി, 1ലേക്ക് എത്തി. അപ്പൊ താഴെ എന്താ വരിക, അതിൻ്റെ അകത്ത് 2 പോയി കഴിഞ്ഞാൽ എന്താ വരിക, 10 ആണ്. ഇത് സെയിം ആസ് 2 + Q ആണ്. 2 + Q എന്ന് പറഞ്ഞാൽ സെയിം ആയി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഇൻറ്റു ശ്രദ്ധിച്ച് ചെയ്താൽ തെറ്റൊന്നുമില്ല. ഓക്കെ, എന്ത് വരും, ഇവിടെ Q-1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും, 7 എന്ത് വരും, Q എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, 8 ആണ് വരിക. ഇൻറ്റു 8 - 3 എന്ന് പറഞ്ഞാൽ 5 വരും, 5/6 വരും. ഇൻറ്റു എന്താ വരിക, ഇവിടെ Q-5 വരും. Q-5 എന്ന് പറഞ്ഞാൽ എത്ര വരിക, 3 ആണ് വരിക. 3 എന്ത് വരും, എന്താ വരിക, 3 ആണ് വരിക. Q-3 അല്ല, Q-4 2 ആണ് മൈനസ് ചെയ്ത് പോകുന്നത്. അപ്പൊ Q-4 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും, 4 ആണ് വരിക. ഇൻറ്റു അടുത്തത് എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ മൈനസ് ചെയ്തത് Q-5
5 ആണ് മൈനസ് ചെയ്തത്. അപ്പൊ ക്യൂ മൈനസ് 7 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 വരും. അപ്പൊ താഴെ എന്താ വരിക? ക്യൂ മൈനസ് 6 ആണ്. അപ്പൊ 1/2 എന്ന് വന്നു. അപ്പൊ എന്ത് ചെയ്താൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം? 5/2 എന്ന് വരും. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 5/4096. ഒന്ന് ചെക്ക് ചെയ്യാം, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആൻസർ നമ്മൾ എന്ത് ചെയ്താൽ സദ്യയോടുകൂടി മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ക്യാൻസൽ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഇതാണ് ഏകദേശം ഇതാണ് ആൻസർ വരിക. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇന്റഗ്രൽ 0 to π/2 ചെയ്ത് നോക്കിയാൽ മതി. sin raised to 5 x cos raised to എന്ത് ചെയ്യാം? 6x dx ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ എന്താണ് ഇന്റഗ്രൽ 0 to π/2 എന്താണ് sin raised to 6x cos raised to 5x dx ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഫോർമുല അറിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ചെയ്യാൻ പറ്റൂ. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. കാരണം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നമ്മൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് എന്ത് കിട്ടണമെന്നില്ല. നമ്മൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കുസാറ്റിന്റെ ഒക്കെ സൈറ്റിൽ 2013 ടു എന്ത് ചെയ്യാണ് 2023 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ലൈബ്രറി സൈറ്റിൽ നമുക്ക് കിട്ടാനുണ്ട്. നമ്മൾ ഗ്രൂപ്പിൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും പ്രീവിയസ് ഇയർ തൊട്ട് മുന്നേ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻസ് തമ്മിലൊന്നും യാതൊരു ബന്ധം ഉണ്ടാവും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നമ്മൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ എന്ത് കിട്ടില്ല? നമുക്ക് ചിലപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങളൊന്നും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കണം എന്നില്ല. 2023 ചോദിച്ച ചോദ്യങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കണം എന്നില്ല. അങ്ങനെ ആവർത്തിക്കൽ വളരെ അപൂർവമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? MCAക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാം? കോംപ്ലിമെന്ററി മാത്സ്, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സെമസ്റ്ററുകളിലാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സ് പഠിക്കുന്നത്. അപ്പോൾ കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിൽ വരുന്ന ടോപ്പിക്കുകളിൽ എന്ത് ചെയ്യുക? ഒന്ന് ഫെമിലിയർ ആവുക, ഫോർമുലകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഫെമിലിയർ ആവുക. അല്ലെ +2 ലെവലിൽ വരുന്ന ടോപ്പിക്കുകളും ഒന്ന് എന്ത് ചെയ്യുക? ഫെമിലിയർ ആവുക. അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കി എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത റാങ്കുകൾ, ചെറിയ റാങ്കുകൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങിക്കാൻ വേണ്ടി വരും. അതുപോലെ MSCക്ക് പഠിക്കുന്ന, MSc എൻട്രൻസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യണം? അവർ കോംപ്ലിമെന്ററി മാത്സ് പഠിച്ചാൽ പോലെ അവരെന്ത് ചെയ്യേണ്ടി വരും? ഡിഗ്രി ലെവൽ BSc മാത്തമാറ്റിക്സിന്റെ സിലബസിലെ ഭാഗങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഫെമിലിയർ ആവണം. അതൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ റാങ്ക് തന്നെ എന്ത് ചെയ്യാം? വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുപോലെ MCAക്കുള്ളവർ ആപ്റ്റിറ്റ്യൂഡും കൂടി ചെയ്യണം. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നമ്മളുടെ സ്പീഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അത് ചെയ്തു വെക്കാവുന്നതാണ്. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിന്റെയും അതുപോലെ എന്ത് ചെയ്യണം? മെയിൻ മാത്തമാറ്റിക്സിന്റെയും ടോപ്പിക്കുകളാണ്. അതായത് കോംപ്ലിമെന്ററി മാത്സിന്റെ ടോപ്പിക്കുകളും MCAക്ക് വേണ്ടുന്ന കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിന്റെ ടോപ്പിക്കുകളും അതുപോലെ എന്താണ് BSc മാത്സിൽ വരുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേയോട് കൂടി നമ്മൾ എന്ത് ചെയ്തു? റിഡക്ഷൻ ഫോർമുല എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയി. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ രണ്ടാമത്തെ ക്ലാസ്സോട് കൂടി റിഡക്ഷൻ ഫോർമുലയിൽ വരുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി.